എത്ര കുട്ട ഉണ്ടായിരുന്നു പാക്കനാരെ? 9 എണ്ണം തമ്പ്രാട്ടി. സുഹൃത്തുക്കളെ, KKG ഇഫക്റ്റിന്റെ 153 എപ്പിസോഡിലേക്ക് സ്വാഗതം. പറയിപ്പറ്റ പന്തിരകുലത്തിലെ രണ്ടാമനാണ് പാക്കനാർ. വളർന്നത് അധകൃതനായി. കുട്ടികളില്ലായിരുന്നു. കുലത്തൊഴിൽ കുട്ടനെയ്ത്ത്. 10 കുട്ട നെയ്താൽ അത് തലയിൽ വെച്ച് പാക്കനാർ ഇല്ലങ്ങളുടെ പടിപ്പുരയിലെത്തി കുട്ട വേണോ കുട്ട എന്ന് ചോദിക്കും. അധകൃതനായ പാക്കനാർക്ക് അകത്തേക്ക് പ്രവേശനമില്ലാത്തതുകൊണ്ട് ഇല്ലങ്ങളിലുള്ളവർ പുറത്തു വന്ന് എല്ലാ കുട്ടകളും അകത്തേക്ക് കൊണ്ടുപോകും. നല്ലത് നോക്കിയെടുത്ത ശേഷം അവർ ചോദിക്കും, എത്ര കുട്ട ഉണ്ടായിരുന്നു പാക്കനാരെ? പാക്കനാർ ഒരെണ്ണം കുറച്ച് പറയും, 9 എണ്ണം തമ്പ്രാട്ടി. പാക്കനാർ മണ്ടനാണ്, കണക്കറിയില്ല എന്ന് കരുതി അവർ 9 കുട്ടകൾ തിരികെ നൽകിയിട്ട് പറയും, ഇപ്പൊ കുട്ട വേണ്ടാട്ടോ പാക്കനാരെ. ഈ വിദ്യ പാക്കനാർ മറ്റില്ലങ്ങളിലും ആവർത്തിക്കും. ഒടുവിൽ ഒരു കുട്ട മാത്രമേ അദ്ദേഹത്തിന്റെ കൈവശം ബാക്കിയാകൂ. അത് വിറ്റ് കിട്ടുന്ന വരുമാനം അവർക്ക് ജീവിക്കാൻ ധാരാളം മതിയായിരുന്നു. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ പാക്കനാർ മണ്ടനായിരുന്നോ? ഒരിക്കലുമല്ല. 10 കുട്ട നെയ്താൽ 9 എണ്ണവും ദാനം ചെയ്യാനുള്ള ആ മഹാമനസ്കത ആരും അറിയാതെ, ആരെയും അറിയിക്കാതെ, പടിപ്പുരയൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിൽ ദാരിദ്ര്യമുണ്ടായിരുന്ന ഇല്ലങ്ങളിലേക്ക് കുട്ടകൾ ദാനം ചെയ്യുകയായിരുന്നു പാക്കനാർ. വെറുതെ കൊടുത്താൽ വാങ്ങാൻ അവരുടെ ദുരഭിമാനം സമ്മതിക്കില്ലെന്ന് പാക്കനാർക്ക് അറിയാമായിരുന്നു. ഇതല്ലേ ഉദാത്തമായ ദാനം? ഈ രീതിയല്ലേ നമ്മളും അവലംബിക്കേണ്ടത്? ബൈ ഫ്രം KKG.